വിലക്കപ്പെട്ട പ്രണയം ഭാഗം 33. അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. താൻ എന്തിനാ അങ്ങനെ ഒരാൾ അറിഞ്ഞുകൊണ്ട് വിവാഹം ചെയ്തത്? അയാളെക്കുറിച്ച് സന്ധ്യാമ്മ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറമായി വേറെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അയാൾ ഉറങ്ങുന്ന സമയത്ത് അയാളുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഉറങ്ങിക്കിടക്കുന്ന ആളെ വെറുതെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആ ഫോൺ കോൾ സൈലന്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഒരു തവണ വിളിച്ചു കഴിഞ്ഞിട്ടും പിന്നെയും 2-3 തവണ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തു നിന്നും ഇങ്ങോട്ട് കേട്ടത് ഒരാണിൻ്റെ ശബ്ദമായിരുന്നു. സേവ് ചെയ്യാത്തൊരു നമ്പറിൽ നിന്നുള്ള കോൾ ആയതുകൊണ്ട് തന്നെ അതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എടാ, സാധനം ഞാൻ ഭാമയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. നോക്കിയും കണ്ടുമൊക്കെ ഉപയോഗിക്കണം. അല്പം വീര്യം കൂടുതലുള്ളതാണ്. അയാൾ അങ്ങനെ പറയുന്നത് കേട്ടതും എനിക്കാകെ സംശയമായി. പെട്ടെന്ന് അയാൾ അങ്ങനെ പറയുന്നത് കേട്ടതും ഇയാളിതെന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. ഞാൻ തിരികെ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടാവണം അയാൾ അപ്പോൾ തന്നെ വേഗം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഫോൺ അവിടെ മാറ്റിവെച്ചുകൊണ്ട് ഇനി മുതൽ എന്തായാലും ഭാമ വരുമ്പോൾ അവളെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെ ഞാൻ കരുതി. ഇനി ഉറക്കം കഴിഞ്ഞ് ഹരി ഫോൺ എടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പറയുമോ എന്നൊരു ടെൻഷൻ ആമിക്കുണ്ടായിരുന്നു. പക്ഷേ അവനതൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം അമ്മ പുറത്തേക്ക് പോയി. അമ്മയും മനഃപൂർവ്വം തന്നെ പുറത്തേക്ക് പോയതാണ്. കാരണം അമ്മ പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ ഭാമയും ഇളയമ്മയും കൂടെ ഇങ്ങോട്ട് വരും എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആമി അവരുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഭാമ വരുന്നതിന് മുൻപേ ആയിട്ട് തന്നെ ആമി ഹരിയുടെ മുറിയിലെ ഒരു ജനൽ ചെറുതായിട്ടൊന്ന് തുറന്നു വെച്ചിരുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ അകത്ത് നടക്കുന്നതെല്ലാം കാണാൻ കഴിയുന്ന രീതിയിൽ. പതിവ് പോലെ തന്നെ ഇളയമ്മ പുറത്തേക്കിറങ്ങി ഭാമ ഹരിയുടെ മുറിയിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. ഇളയമ്മ അടുക്കളയിൽ വന്ന് എന്തൊക്കെയോ പരുതൊന്നും തിരക്കിലായിരുന്നു. ആമി ആ സമയത്ത് പുറത്ത് കുറച്ച് പണികളുണ്ടെന്നൊക്കെ പറഞ്ഞ് വേഗം പുറത്തേക്കിറങ്ങി. തുറന്നിട്ടിരിക്കുന്ന ജനലിലൂടെ ചെറുതായിട്ടൊന്ന് അകത്തേക്ക് നോക്കി. അതിലൂടെ തന്നെ അവരുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ എടുത്ത് അത് ഹരിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത് ആമി വ്യക്തമായിട്ട് തന്നെ കണ്ടിരുന്നു. അതിനുശേഷം ഹരി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നതും മറ്റുമൊക്കെ കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ ആമി അവിടെ നിന്ന് പോന്നു. കൃത്യം ആ സമയത്ത് തന്നെ സന്ധ്യാമ്മ അങ്ങോട്ടെത്തി. അവരകത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ ആമിയും അകത്തേക്ക് കയറി. അവരെ നോക്കി ആമി കണ്ണുകൾ കൊണ്ട് ഇളയമ്മ അടുക്കളയിലുണ്ടെന്ന രീതിയിൽ കാണിച്ചു കൊടുത്തു. സാവിത്രി എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? അടുക്കളയിലിരിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങൾ തിന്നു തീർക്കുന്ന തിരക്കിലായിരുന്നു അവരന്നേരം. പെട്ടെന്ന് പിന്നിൽ നിന്ന് സന്ധ്യയുടെ ശബ്ദം കേട്ടതും അവർ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വന്ന് ഹരിമോനെ ഒന്ന് കാണാമെന്ന് കരുതി. ആണോ? കുറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അവരിവിടെ വരുന്ന കാര്യമൊക്കെ അറിയാമായിരുന്നിട്ടും സന്ധ്യ വെറുതെ കുശലം ചോദിക്കുന്നത് പോലെ അല്പം ഗൗരവത്തിൽ തന്നെ അവരോട് ചോദിച്ചു. അമ്മ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇളയമ്മയുമായി ഹാളിലേക്കെത്തി. അവരുടെ പിന്നാലെ തന്നെ ആമിയും ഉണ്ടായിരുന്നു. ഭാമ വന്നില്ലേ? വന്നിട്ടുണ്ട്. അവൾ ഹരിമോനുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുവാണ്. അവർക്കതിനെന്താ ഇതിനു മാത്രം സംസാരിക്കാനുള്ളത്? അല്ല, അവർ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ച് വളർന്നവരൊക്കെ അല്ലേ ഏട്ടത്തി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും മറ്റുമൊക്കെ ഉണ്ടാവുമല്ലോ. അവരങ്ങനെ ഇരുന്ന് സംസാരിച്ചോട്ടെ എന്ന് കരുതി ഞാനിങ്ങോട്ട് മാറിയതാണ്. ഇളയമ്മ അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു നിൽക്കാനായി നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. അതിനങ്ങനെ സംസാരിക്കാനും മാത്രം എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് പറഞ്ഞ് അമ്മ പോയി ഹരിയുടെ വാതിലിൽ ഒന്ന് തട്ടി. ഭാമേ! അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അകത്തിരുന്ന് ഹരിയും ഭാമയും ഒരുപോലെ ഞെട്ടി. അവൾ വേഗം തന്നെ വന്ന് കതക് തുറന്നു. ഭാമ എന്താ ഇങ്ങനെ പേടിച്ചു വിറച്ചതുപോലെ നിൽക്കുന്നത്? ഒന്നുമില്ല സന്ധ്യാമ്മേ, ഞാൻ വെറുതെ. ഇങ്ങോട്ട് ഇറങ്ങ്. അവളോട് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്കൊന്ന് നോക്കി. അവിടെ ഹരിയും ആകെ പന്തം കണ്ടതുപോലെ ഇരിക്കുകയാണ്. അവൻ്റെ മുഖത്ത് നോക്കിയാലും അമ്മയെ ഈ നിമിഷം അവിടെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാനും പറ്റും. എൻ്റെ മോൻ ഇപ്പോൾ ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. അമ്മ ചോദിച്ചതും ഹരി അവരിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. ഞാൻ ഇല്ലാത്ത സമയം നോക്കി വന്നതായിരിക്കും അല്ലേ? അമ്മ തിരികെ ഭാമയെയും സാവിത്രിയെയും നോക്കി ചോദിച്ചു. അവരാണെങ്കിൽ ഉത്തരമില്ലാത്തതുപോലെ നിന്നുപോയി. ഇതിനെന്ത് മറുപടി പറയണമെന്നറിയില്ല. എപ്പോഴും സന്ധ്യയില്ലാത്ത സമയം നോക്കിയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ അവളെ മുന്നിൽ കണ്ടപ്പോൾ സാവിത്രിക്കും ഭാമയ്ക്കും ഒരുപോലെ എന്ത് തിരികെ പറയണമെന്ന് അറിയില്ലായിരുന്നു. സാവിത്രിയോടും ഭാമയോടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല നേരത്ത് ഞാനിവിടെ ഉള്ളപ്പോൾ വരണം. അല്ലാതെ ഒളിഞ്ഞും തെളിച്ചും കള്ളന്മാരെ പോലെ ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഇവിടെ വരാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ നിങ്ങളിങ്ങോട്ട് വന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. സമാധാനവും സന്തോഷവും മാത്രമേ ഉള്ളൂ. അവരുടെ 2 പേരുടെയും മുഖത്തടിക്കുന്ന പോലെയായിരുന്നു സന്ധ്യ തിരികെ പറഞ്ഞത്. അന്ന് രാത്രി പിന്നെ അമ്മയും ഹരിയേട്ടനും ഒക്കെ ആയിട്ട് അല്പം പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അവരോട് അങ്ങനെ പറഞ്ഞത് ഹരിയേട്ടൻ ഒട്ടും ഇഷ്ടമായില്ല. ആ ദേഷ്യം അയാൾ അമ്മയോട് തീർക്കുക തന്നെ ചെയ്തു. മാത്രമല്ല അയാൾ അതും പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെയും മരുന്ന് കഴിക്കാതെയും ഒക്കെ ഇരുന്നു. ഒടുവിൽ അയാളുടെ വാശിപ്പുറത്ത് അമ്മ അവരെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു കൊടുത്തു.
അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അയാൾ ഭക്ഷണവും മരുന്നുമൊക്കെ കഴിച്ചത്. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. അതിനുശേഷം പിന്നീട് അമ്മ ഉള്ളപ്പോഴും ഭാമയും ഇളയമ്മയും ഒക്കെ വരുന്നത് പതിവായി. ഭാമയും ഹരിയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല എന്നുള്ളത് അമ്മയ്ക്കും മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു. ഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആമിയെ കൊണ്ടാവുന്ന വിധത്തിൽ അവൾ കുറച്ചൊക്കെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു. അതിൽ നിന്നും കോളേജിൽ പഠിക്കുമ്പോൾ ഹരിക്കുണ്ടായിരുന്ന കൂട്ടുകെട്ട് അത്ര ശരിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി. മാത്രമല്ല, ഈ ഒരു ആക്സിഡന്റ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിൻ്റെ ബാക്കി പത്രമായി വന്നു ചേർന്നതാണ്. പിന്നെ കോളേജിലുള്ളവർക്ക് ഹരിയെക്കുറിച്ച് വലിയ നല്ല അഭിപ്രായങ്ങളൊന്നുമില്ല. മോശപ്പെട്ട സ്വഭാവം തന്നെയായിരുന്നു അവൻ അവിടെയും ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ പറ്റി ഇവിടെ വന്ന് ഇത്രയും നാളായിട്ടും ഹരി അന്വേഷിച്ച് പുറത്തുനിന്ന് ഒരാൾ പോലും വന്നിട്ടില്ല. കൂട്ടുകാരും വന്നിട്ടില്ല, നാട്ടുകാരും വന്നിട്ടില്ല. അങ്ങനെ ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹരിയോട് ഓരോ ദിവസവും കഴിയും തോറും ആമിക്ക് വെറുപ്പാണ് കൂടിക്കൂടി വന്നത്. ഓരോ ദിവസം കഴിയുന്നോറും അവൻ്റെ സ്വഭാവവും അത്രയും മോശപ്പെട്ട രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ടും അവൾ ഹരിയെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അതെല്ലാം കൃത്യമായി ചെയ്യുക തന്നെ ചെയ്തിരുന്നു. എങ്കിലും മനസ്സുകൊണ്ട് അവൾക്ക് ഹരിയോട് ദേഷ്യവും വെറുപ്പും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ആമിയും അമ്മയും കൂടി പിന്നാമ്പുറത്തു നിന്ന് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. പഴയ തറവാടായതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ പാത്രങ്ങളൊക്കെയുണ്ട്. അതെല്ലാം ഇടയ്ക്കെങ്കിലും ഒക്കെ കഴുകി വെക്കുക പതിവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാ പാത്രങ്ങളും ഇറക്കി കഴുകി ഉണക്കി വെക്കുകയായിരുന്നു ഇരുവരും ചേർന്ന്. പക്ഷേ പെട്ടെന്ന് ആമി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തലയിൽ പിടിച്ചുകൊണ്ട് ആകെ വല്ലാതെ നിൽക്കുന്ന അമ്മയെയാണ്. അമ്മേ എന്ന് വിളിച്ച് ഓടിയെത്തിയപ്പോഴേക്കും അവർ നിലത്തേക്ക് വീണിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യുമെന്നറിയാതെ ആമി സ്തംഭിച്ചു നിന്നുപോയി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൾ അല്പം വെള്ളമെടുത്ത് അമ്മയുടെ മുഖത്തേക്ക് തളിച്ചപ്പോൾ അമ്മ ഉണർന്നു. ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചു സമയം കിടന്നാൽ ശരിയാകുമെന്ന് പറഞ്ഞ് കിടന്നു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിലും 1-2 തവണ ഇത് തന്നെ വീണ്ടും ആവർത്തിച്ചു. ആമി ഒരുപാട് നിർബന്ധിച്ചിട്ടും ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കാതെ വന്നതും അവൾക്ക് എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മയെ കൂട്ടി പുറത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞവൾ ഇറങ്ങി ആശുപത്രിയിലേക്ക് പോയി. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആശുപത്രിയിലേക്ക് കയറാൻ കൂട്ടാക്കാതെ അമ്മ തിരികെ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു. അതുകൂടിയായതും കാര്യമായ എന്തോ പ്രശ്നം അമ്മയ്ക്കുണ്ട് എന്ന് മനസ്സിലായി. എന്താണ് കാര്യമെന്ന് ആമി ഒന്നുകൂടി കടുപ്പിച്ച് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന്. അറിഞ്ഞിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞിരിക്കുന്നു. മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷ വെറും 30% മാത്രമാണ്. നെഞ്ചിലേക്ക് ഒരു കരിങ്കല്ലെടുത്ത് വെച്ച ഭാരം പോലെയാണ് ആമിക്കത് കേട്ടപ്പോൾ തോന്നിയത്. ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അവൾക്ക്. പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മയെക്കൊണ്ട് ഒരു ജോലി പോലും ചെയ്യിക്കാതെ അമ്മയെ അവൾ അത്രമാത്രം സ്നേഹത്തോടെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഹരിയെ നോക്കുന്നതിനേക്കാൾ ഏറെ അവൾ അമ്മയെ പരിപാലിച്ചു. അങ്ങനെ അമ്മയെയും ഹരിയെയും അവൾ ഒരുപോലെ ശുശ്രൂഷിച്ചു. പക്ഷേ അമ്മയ്ക്ക് അവൾ സ്നേഹം കൂടി കൊടുത്തു. ദിവസങ്ങൾ കഴിയും തോറും അമ്മയുടെ അവസ്ഥ വീണ്ടും വീണ്ടും മോശമായി വന്നു. അത് കാണുമ്പോൾ ഹരിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ആമിക്ക് അതൊരു വേദന തന്നെയായിരുന്നു. സന്ധ്യാമ്മേ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഭാമ വീട്ടിലേക്ക് വന്നു. അവളുടെ വിളി കേട്ടപ്പോൾ തന്നെ അമ്മ ഹാളിലേക്ക് വന്നു. നോക്കുമ്പോൾ അവളുടെ കൂടെ തന്നെ അവളുടെ അച്ഛനും അമ്മയും ഒക്കെയുണ്ട്. ഇതെന്താണാവോ എല്ലാവരും കൂടി എന്ന് ചിന്തിച്ച് സന്ധ്യ അകത്തേക്ക് വന്നു. മറ്റൊന്നുമല്ല, ഭാമയുടെ വിവാഹം പറയാൻ വന്നതാണ്. 2 ആഴ്ച കഴിഞ്ഞാണ്. മുന്നേ തന്നെ ഉറപ്പിച്ചു വെച്ചിരുന്നതാണ്. പയ്യൻ പുറത്തായിരുന്നു. ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട്. വിവാഹമൊക്കെ വിളിച്ചു കഴിഞ്ഞ് അവരപ്പോൾ തന്നെ ഇറങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം വിവാഹം നടന്നു. അമ്മ പോവുകയും ചെയ്തു. ഹരിക്ക് പിന്നെ അതിലൊന്നും കുഴപ്പമുണ്ടായില്ല എന്ന് തോന്നി ആമിക്ക്. ആമി കരുതിയത് അവളുടെ വിവാഹം കഴിയുമ്പോൾ അത് ഹരിക്ക് വിഷമം ഉണ്ടാക്കുമെന്നാണ്. പക്ഷേ അവൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ അവൻ അങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല എന്ന് മനസ്സിലായി. അതിൽ നിന്ന് തന്നെ ഹരിയും ഭാമയും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലാണെന്നുള്ളതും അവൾക്ക് മനസ്സിലായിരുന്നു. വല്ലാത്തൊരു ജീവിതം തന്നെ അവൻ്റേത്. ദിവസങ്ങൾ പിന്നെയും മാഞ്ഞുപോയി. ഒരിക്കൽ ആമി അങ്ങനെ അടുക്കളയിൽ കാര്യമായ ജോലിയിലാണ്. അടുക്കളയിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണ് 2 ദിവസമായിട്ട് അവധിയാണ്. അതുകൊണ്ട് അവിടെയുള്ള ജോലിയും ആമി തന്നെയാണ് നോക്കുന്നത്. ആമി പെട്ടെന്ന് അമ്മ വിളിക്കുന്നത് കേട്ടതും അവൾ അമ്മയെ തിരിഞ്ഞു നോക്കി. അമ്മയെ കൊണ്ടിപ്പോൾ ജോലിയൊന്നും ചെയ്യിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് അമ്മ ഇങ്ങോട്ട് വന്നതെന്ന രീതിയിൽ ആമി തിരിഞ്ഞു നോക്കി. ഞാൻ മോളോടൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കുമോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാൽ പറയമ്മ. ആമി പറഞ്ഞതും അമ്മ പിന്നെയും അവളോട് പറയണോ വേണ്ടയോ എന്നാലോചിച്ച് പതർച്ചയോടെ നിന്നു. ഒരേ നിമിഷം എന്ത് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ഒരു ആലോചന. അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? തലവേദന വല്ലതും എടുക്കുന്നുണ്ടോ? അമ്മയുടെ മുഖം കണ്ടതും അവൾ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല മോളെ, ഞാൻ പറഞ്ഞത്. അമ്മ പിന്നെയും വാക്കുകൾക്ക് വേണ്ടി പരതി. അമ്മ എന്താ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? എന്താണെങ്കിലും കാര്യം പറയമ്മ. ആമി വീണ്ടും ചോദിച്ചതും അമ്മ പറയാമെന്ന് തന്നെ തീരുമാനിച്ചു. മോളെ,
ഞാൻ പറയാൻ പോകുന്ന കാര്യം മോൾക്ക് ഒട്ടും അംഗീകരിക്കാനാവില്ല. എങ്കിലും ഈ അമ്മയുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കണം എൻ്റെ മോള്. അതുകൂടി പറഞ്ഞു കേട്ടതും ആമയാകെ സംശയത്തിലായി. ഇങ്ങനെയൊക്കെ പറയാനും മാത്രം എന്താണുള്ളതെന്ന രീതിയിൽ അവൾ അമ്മയെ സംശയത്തോടെ നോക്കി. മോള് ഹരിയെ വിവാഹം കഴിക്കണം. അമ്മ പറയുന്നത് കേട്ടതും അവളുടെ തലയിലുണ്ടായിരുന്ന കിളികളെല്ലാം ഒരുപോലെ കൂടും കുടുക്കയും എടുത്ത് പറന്നുപോയി എന്ന് തന്നെ പറയാം. എന്താ, താൻ കേട്ടത് തന്നെയാണോ അമ്മ പറഞ്ഞത് എന്നുറപ്പിക്കാനെന്നോണം ആമി വീണ്ടും ചോദിച്ചു. മോള് ഹരിയെ വിവാഹം ചെയ്യണം. നടക്കില്ല മോളെ. അമ്മയൊന്ന് ഇല്ല, ഈ ഒരു കാര്യം ഒഴികെ അമ്മ വേറെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഇതിലും നല്ലത് അമ്മ എന്നോട് മരിക്കാൻ പറയുന്നതായിരുന്നു. ആമി നെറ്റിയിൽ തടവിക്കൊണ്ട് അസ്വസ്ഥതയോടെ പറഞ്ഞു. അമ്മയുടെ അടുത്ത് നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം അവൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ കേട്ടതിലുള്ള ഞെട്ടലും അത് ഉൾക്കൊള്ളാനാവാത്തത് കൊണ്ടുള്ള സംഘർഷവും എല്ലാം കൂടി അവളിലാകെ കലങ്ങി മറിഞ്ഞു നിന്നു. ദേഷ്യമാണോ സങ്കടമാണോ വരുന്നത് എന്നവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആകെ കൂടി വല്ലാത്തൊരവസ്ഥ തന്നെ. എല്ലാം അറിയാമായിരുന്നിട്ടും അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്തായിരുന്നു അവൾക്ക് ദുഃഖവും വിഷമവും. ഹരിയുടെ കാര്യം നോക്കിയാലും തൻ്റെ കാര്യം നോക്കിയാലും ഈ ഒരു കാര്യം മാത്രം തനിക്ക് അംഗീകരിക്കാനാവില്ല. വേറെ ആര് പറഞ്ഞാലും അമ്മ ഇങ്ങനെ പറയുമെന്ന് അവൾ ചിന്തിച്ചില്ല. എങ്കിലും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അമ്മ ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം തന്നോട് ആവശ്യപ്പെടുന്നത് എന്ന ചിന്തയും അവളുടെ ഉള്ളിൽ നിറഞ്ഞു. ഇനി തന്നെയും ഹരിയെയും കുറിച്ച് അരുതാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും വന്ന് അമ്മയോട് പറഞ്ഞു കൊടുത്തോ എന്ന് പോലും അവൾ ചിന്തിച്ചു പോയി. ഒരു നിമിഷം അമ്മ അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് അവളുടെ മനസ്സിൽ പല കാര്യങ്ങളും ഒരുമിച്ച് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മ ആമിയെ കൊണ്ട് ഹരിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നോക്കി. പക്ഷേ ഹരിയുടെ അത്രയും മോശപ്പെട്ട സ്വഭാവം കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ സമ്മതിക്കില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞതിന് കാരണം ഒരിക്കലും ഹരി ഇങ്ങനെയൊരു അവസ്ഥയിലിരിക്കുന്നത് കൊണ്ടായിരുന്നില്ല. മറിച്ച് അതവൻ്റെ അത്രയും മോശപ്പെട്ട സ്വഭാവം അവൾക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയൊരു സ്വഭാവം അവനുള്ളത് ഓർത്തുകൊണ്ട് മാത്രമായിരുന്നു അവൾ അതിനെതിരെ പറഞ്ഞത്. അവനെ പോലെയുള്ള ഒരാളുടെ ഭാര്യയായി ജീവിക്കുക എന്ന് പറയുന്നതിലും നല്ലത് മരിക്കുന്നത് തന്നെയാണ് എന്ന് പോലും ആമി ചിന്തിച്ചു പോയി. പോരാത്തതിന് അവനും ഭാമയും ഒത്തുള്ള കാര്യങ്ങളും ഒക്കെ ആലോചിച്ചപ്പോൾ ആമിക്ക് ശരിക്കും പറഞ്ഞാൽ തല പെരുക്കുന്നത് പോലെയാണ് തോന്നിയത്. അമ്മ ഇനിയും ഇത് പറഞ്ഞ് നിർബന്ധിച്ചാൽ ഒരുപക്ഷെ അവൾ ഈ വീട്ടിൽ നിന്ന് പോയി കളയാം എന്ന് വരെ ചിന്തിച്ചു പോയി. അമ്മ ഈയൊരു കാര്യത്തിന് വേണ്ടി ആമിയെ നിർബന്ധിക്കുന്നതനുസരിച്ച് അവൾക്ക് അമ്മയോട് പോലും ദേഷ്യം തോന്നിപ്പോയി. കാരണം എല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ അമ്മ ഇങ്ങനെയൊരു കാര്യത്തിന് ഇത്രമാത്രം നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്നാണ് അവൾക്ക് മനസ്സിലാകാതിരുന്നത്. പോരാത്തതിന് ഹരിയെ തനിക്ക് മുൻപ് തന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം മറ്റാരേക്കാൾ നന്നായി അമ്മയ്ക്ക് അറിയാവുന്നതാണ്. എന്നിട്ടും വീണ്ടും തന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആമി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് അമ്മ പുറത്തുനിന്ന് ഛർദ്ദിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അടുത്ത നിമിഷം തന്നെ ആമി വേഗം പുറത്തേക്കോടി. നോക്കുമ്പോൾ കാണുന്നത് രക്തം ഛർദ്ദിക്കുന്ന അമ്മയെയാണ്. വായിൽ നിന്നൊഴുകിയ രക്തം ദേഹത്തും തറയിലും എല്ലാം കിടക്കുന്നുണ്ട്. ആമി വേഗം തന്നെ അമ്മയെ കൂട്ടി ആശുപത്രിയിലേക്കെത്തി. രോഗാവസ്ഥ അതിൻ്റെ മൂർധനാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും എത്ര നാളാണിങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന് ഡോക്ടർക്ക് പോലും ഒരു ധാരണയില്ലായിരുന്നു. ആളെ അധികം സ്ട്രെസ് ചെയ്യിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ടെൻഷനും ബുദ്ധിമുട്ടുകളും കാരണം കൊണ്ട് തന്നെ രോഗം വല്ലാത്ത മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടാം. അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്നതിൽ നിന്നും അല്പം കൂടി കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അന്നേ ദിവസം അവരെ തിരികെ വിട്ടത്. അമ്മയുടെ ടെൻഷൻ മുഴുവൻ ഹരിയെക്കുറിച്ച് ആലോചിച്ചാണെന്ന് ആമിക്ക് മനസ്സിലായിരുന്നു. താനും ഹരിയും തമ്മിലുള്ള വിവാഹം നടക്കണം എന്നതാണ് അമ്മയുടെ മുൻപിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആദി. ആ ഒരു കാര്യം ആലോചിച്ച് മാത്രമാണ് അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ വരാനുള്ളത്. അമ്മ എന്തിനാ ഇങ്ങനെ ഞാനും ഹരിസാറും തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ഇത്രമാത്രം നിർബന്ധം പിടിച്ച് പറയുന്നത്? ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ ആമി അല്പം പരുക്കൻ ശബ്ദത്തിൽ തന്നെ ചോദിച്ചു. ഇത്തവണ എങ്ങനെയൊക്കെ ആയാലും ഇതിൻ്റെ കാരണം അറിയണം എന്നുള്ളത് ആമി മനസ്സിൽ നിശ്ചയിച്ചിരുന്നു. കാരണം അമ്മ ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ മുതൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ആമി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് വരെ അമ്മ അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയായാലും അത്രയും കാര്യമായിട്ടുള്ളൊരു കാരണമില്ലാതെ അമ്മ തന്നെ ഇങ്ങനെയൊരു കാര്യത്തിൽ നിർബന്ധിക്കില്ല എന്നുള്ളത് ആമിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു കാര്യം തന്നോട് ആവശ്യപ്പെടാനുള്ള കാരണം എന്ന് ആമി പല ആവർത്തി അമ്മയോട് ചോദിച്ചതാണ്. പക്ഷേ അപ്പോൾ മകൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്, അമ്മയുടെ അവസ്ഥ ഇതായത് കൊണ്ടാണ് എന്നൊക്കെയുള്ള ഓരോ മുടന്ത് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നുണ്ടായത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.